എന്നാ ഉണ്ടാക്കുന്നേ? ബീഫ് കറി. ആരാ ഉണ്ടാക്കുന്നേ? ഞാൻ ഉണ്ടാക്കുന്നു. തിളക്കാൻ വന്ന എന്നിട്ട് ഞാനുണ്ടാക്കുന്നു. എന്നിട്ട് ബീഫ് കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്ന് അത് കഴുകി വൃത്തിയാക്കി. ഓക്കെ, അതിനുള്ള സവോളയും വെളുത്തുള്ളിയും മുളകും എല്ലാം അരിഞ്ഞു വെച്ച് കുരുമുളക് പൊടിച്ച് എല്ലാം ചെയ്തത് ഞാൻ. ഇളക്കാൻ വന്ന ആള് ബീഫ് കറി ഉണ്ടാക്കുന്നു. ഓക്കെ, എന്തായിക്കോട്ടെ. പിന്നെ കുറച്ച് ഈ ബീഫിൻ്റെ കാര്യം വന്നിട്ട് പറഞ്ഞത് പണ്ട് ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീക്കെൻഡൊക്കെ കിട്ടുന്ന സംഭവം. ഇപ്പം ഇതിപ്പോൾ എല്ലായിടത്തും എല്ലാ ദിവസവും അതിപ്പം എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു. മിക്ക വീടുകളിലും ഞങ്ങളുടെയൊക്കെ വീടുകളിലും അങ്ങനെ തന്നെ. ഞായറാഴ്ച നോക്കിയിരിക്കും ഞങ്ങള് ചിക്കനൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. നിങ്ങൾ തിരുവനന്തപുരത്തല്ലേ? തിരുവനന്തപുരത്ത് അവിടെ ഈ ബീഫ് തിരുവനന്തപുരം പാലയുടെ മെയിൻ തിരുവനന്തപുരം പാല അങ്ങനെയൊന്നുമില്ല. എല്ലാ സാധാരണ വീടുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ഞായറാഴ്ച ഞങ്ങൾ നോക്കിയിരിക്കും ഇച്ചിരി നോൺ കൂട്ടാൻ വേണ്ടിട്ട്. ഇപ്പൊ എന്താ എല്ലാ വീട്ടിലും എപ്പം നോക്കിയാലും ചിക്കനും മട്ടനും ബീഫും ബിരിയാണിയും. അങ്ങനെ ഞായറെന്നോ തിങ്കളെന്നോ ചൊവ്വയെന്നോ ഒന്നുമില്ല. പണ്ട് ഈ ബീഫ് മേടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഞായറാഴ്ച ദിവസം ശനി ഞായർ മാത്രം സൈക്കിൾ എത്തുന്ന പോലെ പോകണം. ഞായറാഴ്ച രാവിലെ ബീഫ് മേടിക്കാൻ കൊണ്ടുപോകും. പാലായിൽ ചേർക്കുമ്പോൾ എത്തണം. 4-5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അപ്പോൾ സൈക്കിളിൽ പോകും. 6 കിലോമീറ്റർ സൈക്കിൾ ഓട്ടി. അന്നൊന്നും ഇത്ര വണ്ടിയൊന്നുമില്ല, നമുക്ക് പോകാം. അപ്പം രാവിലെ അച്ഛൻ അവിടുന്ന് നമ്മുടെ കടയിൽ കാപ്പി ചെയ്യുന്ന ചേട്ടനാണ് ഈ ബീഫ് സപ്ലൈ ചെയ്യുന്നത്. അവരോട് വിട്ടു വലിയ 2 പോത്തിനെ വിട്ട് 4 ആകുമ്പം അവർ പരിപാടി വന്നു. പോത്തിനെ വിട്ടിട്ട് അച്ഛൻ നേരത്തെ പറയും ഇങ്ങനെ അവനോടും 2 കിലോ എടുത്ത് വെച്ചോളൂ. അപ്പം അവിടെ ചെല്ലുമ്പോൾ കറക്റ്റ് 2 കിലോ പീസുള്ള സാധനം റെഡിയാണ്. അത് മേടിച്ചോളൂ. അപ്പോൾ അത് മേടിച്ചോണ്ട് വരുമ്പം അതിൻ്റെ അകത്തുനിന്ന് ബാക്കി എടുത്ത കാശിന് നമ്മൾ സിപ്പപ്പ് പൊടിക്കും. അവർക്കും പ്രവയ്ക്കും പൊതുവയ്ക്ക് 2 പേർക്കും സിപ്പം കൊടുക്കും. അതാണ് നമുക്ക് കുറച്ച് കാശ് ഈ പോക്കറ്റ് മണി ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ പോകും. അത് പണ്ട് അങ്ങനെ തന്നെ കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ പോയി കിട്ടും. നമുക്ക് എത്ര കാശ് അടിച്ചോട്ടെ. ഏത് ഒക്കെ നടക്കട്ടെ. നമുക്ക് ബീഫ് കാണിച്ചു കൊടുക്കണ്ടേ? ബീഫ് ഇപ്പോൾ കാണിക്കണ്ട. കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ കാണിക്കാം. ബൈ.